യമനിലെ ഔദ്യോഗിക ഭരണസമിതിയായ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ സൈന്യം ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തി. യമനിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഇന്നലെയാണ് ഈയൊരു ആക്രമണം ഉണ്ടായത്. ഇറാനിൽ നിന്ന് ഹൂതി പ്രതിനിധികളുമായിട്ട് വന്ന ഒരു ഇറാനിയൻ വിമാനം സന വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തടയാനാണ് PLC സൈന്യം റൺവേക്ക് നേരെ ബോംബാക്രമണം നടത്തിയത്. യമന്റെ സ്വന്തം വിമാന കമ്പനിയായ യമേനിയയിൽ കയറാൻ കൂട്ടാക്കാതെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോയുടെ വിമാനത്തിൽ ഹൂതികൾ നേരിട്ട് സനായിലേക്ക് പറന്നത് യമന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് PLC പ്രസിഡന്റ് റഷാദ് അൽ അലീമി കുറ്റപ്പെടുത്തി. റൺവേ തകർന്നതിനെ തുടർന്ന് ഇറാനിയൻ വിമാനത്തിന് സനായിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് സഖ്യസേനയുടെ പിന്തുണയോടെ യമൻ സർക്കാർ ഈയൊരു ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ ആരോപിച്ചു. സന വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായി ഹൂതി വിമതർ സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ട് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. യമൻ സർക്കാരും സൗദിയും ചേർന്ന് വർഷങ്ങളായി നിലനിന്നിരുന്ന സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചതായി ഹൂതി സൈനിക വക്താവ് യാഹ്യ സാരി മുന്നറിയിപ്പ് നൽകി. ഇനി ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഹൂതികൾ ഭീഷണിപ്പെടുത്തി. അക്രമത്തിന് ശേഷം PLC അധ്യക്ഷൻ റഷാദ് അൽ അലീമി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. യമനെ വീണ്ടും ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ ഹൂതികളുമായുള്ള സൈനിക നീക്കങ്ങൾ വിപുലീകരിക്കരുതെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.